നമ്മുടെ മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഒന്ന് വൃത്തിയാക്കിയാലോ. നമുക്കറിയാം സെറ്റിങ്സിനകത്ത് തന്നെ ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ നമ്മുടെ വാട്സപ്പിനകത്തുണ്ട്. അതുപോലെ തന്നെ ചില ഫോണിൻ്റെ ഫയൽ മാനേജറിലും വാട്സപ്പിലെ പല കാര്യങ്ങളും ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്കിലും നമുക്ക് വേണ്ടാത്ത ഫയലുകൾ, ഇപ്പോൾ സ്റ്റിക്കേഴ്സ് ആയാലും ഓഡിയോ നോട്ടായാലും വീഡിയോ ഫോട്ടോകളൊക്കെ ആയാലും നമുക്ക് വേണ്ടാത്തത് പ്രത്യേകം തിരഞ്ഞെടുത്ത് കളയേണ്ട ഒരു ഓപ്ഷൻ വാട്സപ്പിനകത്തായാലും ഇല്ല, ഇത്തരം ഫയൽ മാനേജറിനകത്തും ഇല്ല. അപ്പോൾ നമ്മുടെയൊക്കെ വാട്സപ്പിനകത്ത് ഒരുപാട് കാലമായി കിടക്കുന്ന വേണ്ടാത്ത ഒരുപാട് ഫയലുകൾ ഉണ്ടാവും. ഇതൊക്കെ ഒരുമിച്ച് കണ്ടെത്തി കളയാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ മുകളിലെ ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടും. 10 സെക്കൻഡുകളെടുത്ത് സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ വാട്സപ്പാണോ ബിസിനസ് വാട്സപ്പാണോ എന്നുള്ള ചോദ്യം വരും. അതിൽ നിന്ന് നിങ്ങൾ വാട്സപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പെർമിഷൻ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടെ അലോ എന്ന് പറയുന്ന ബട്ടണിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ആയിട്ട് അതിൻ്റെ താഴെ നിങ്ങൾക്ക് യൂസ് ദിസ് ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അലോ കൊടുക്കേണ്ട ഓപ്ഷൻ വരും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പെർമിഷൻ അലോ ആകുന്നതാണ്. ശേഷം വലതുഭാഗത്ത് താഴെ കാണുന്ന ഡൺ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഫോണിലെ എല്ലാ പെർമിഷനും സക്സസ്ഫുൾ ആകുന്നതാണ്. ശേഷം നിങ്ങളുടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വാട്സപ്പിലുള്ള മുഴുവൻ ഫയലുകളും അല്പസമയത്തിനുള്ളിൽ തന്നെ സ്കാൻ ചെയ്ത് ലഭിക്കുന്നതാണ്. സ്കാൻ ചെയ്ത് ലഭിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. ഇവിടെ വലതുഭാഗത്ത് റൗണ്ട് അപ്പ് ചെയ്യുന്നത് കാണാം. അത് തീരുന്നത് വരെ കാത്തിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിൽ 9.86 GB ഫയലുകൾ സ്കാൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ഡോക്യുമെൻറ്റ്സ്, വീഡിയോസ്, ഇമേജ്, വോയിസ് നോട്ട്, ഓഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വാട്സപ്പിലിരിക്കുന്ന മുഴുവൻ ഫയലുകളും എനിക്ക് സ്കാൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ ഡോക്യുമെൻറ്റ്സ് 156 ഫയലുണ്ട്. അത് ഏകദേശം 9 GB ഫയൽ അത് തന്നെ കിടപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഒരുപാട് ഫയലുകളുണ്ട്. ഇതൊക്കെ റിസീവ്ഡ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലാണ് ഉള്ളത്. ഇനി തൊട്ടടുത്ത് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതുപോലെ 3 കാറ്റഗറിയിലാണുള്ളത്. ആദ്യത്തെ റിസീവിലുള്ളത് നമുക്ക് മറ്റുള്ളവർ അയച്ചു തന്ന ഫയലുകളാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോന്നും തുറന്നു നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. എല്ലാം വേണമെങ്കിൽ നമുക്ക് എല്ലാം മാർക്ക് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഇനി സെൻഡ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെൻഡിങ് ഫയൽ മൊത്തത്തിൽ കളയാൻ പറ്റുന്നതാണ്. കാരണം ഇതൊക്കെ കോപ്പിയാണ്. നിങ്ങളുടെ ഗാലറിയിൽ കിടക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അതൊരു കോപ്പിയായിട്ട് വാട്സപ്പിനകത്ത് കിടക്കും. അതുകൊണ്ട് തന്നെ ഈ സെൻഡ് ഫയൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. ഇനി നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഇതിൻ്റെ ഒറിജിനൽ ഫയൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കളയരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്ന് എന്ത് ഫയലാണെന്ന് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ ഡ്യൂപ്ലിക്കേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് എന്തായാലും റിമൂവ് ചെയ്യേണ്ടതാണ്. അതായത് നമ്മുടെ ഫോണിൽ 2 തവണ ഉള്ള ഫയലുകളാണ് ഈ ഡ്യൂപ്ലിക്കേറ്റിൽ വന്ന് കിടക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോസിലൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള മുഴുവൻ വീഡിയോസാണിത്. ഇതൊക്കെ റിസീവ്ഡ് ആണ്. അതായത് എനിക്ക് മറ്റുള്ളവർ അയച്ചു തന്ന ഫയലുകളാണ് റിസീവ്ഡിലുള്ളത്. ഇതിൽ നിന്ന് ഇതാ 13 MB ഒക്കെയുള്ള അനാവശ്യമായ ഫയലുകൾ ഇതിനകത്തുണ്ട്. ഇതിൽ നിന്ന് വേണ്ടാത്തതൊക്കെ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ സെൻഡ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത എല്ലാ വീഡിയോയും ഉണ്ടാകും ഇതിനകത്ത്. ഓക്കെ, ഇതിൽ നിന്ന് വേണ്ടാത്തതൊക്കെ നമുക്ക് ഓൾ മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം ഈ സെൻഡ് ഫയൽ കിടക്കുന്നതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത ഫയലാണ്. ഇതൊരിക്കലും നമുക്ക് വാട്സപ്പിനകത്ത് നിന്ന് കളയാൻ സാധിക്കില്ല. വാട്സപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത ഫയലൊക്കെ നമ്മുടെ ഫോണിൽ കിടക്കുന്നുണ്ടാവും. ഓൾറെഡി ഈ ഫയലിൻ്റെയൊക്കെ ഒറിജിനൽ ഫയൽ നമ്മുടെ ഫോണിലുണ്ടാവും. ഇപ്പോൾ ഇതിൽ കാണുന്ന വീഡിയോയുടെയൊക്കെ ഒറിജിനൽ വീഡിയോ എൻ്റെ ഫോണിലുണ്ട്. നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കോപ്പി സെൻഡ് ഫോൾഡറിൽ പോയിട്ട് നിൽക്കും. അതായത് നമുക്ക് വാട്സപ്പിനകത്ത് നിന്ന് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെൻഡ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വാട്സപ്പിനകത്ത് നിന്ന് പോലും കളയാൻ പറ്റാത്ത പല ഫയലുകളും ഈ ആപ്ലിക്കേഷനിലൂടെ കളയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫയൽ ഒന്നും വേണ്ടെങ്കിൽ മുകളിൽ മൊത്തത്തിൽ മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാം കളയാവുന്നതാണ്. ഈ സെൻഡ് ഫോൾഡറിലുള്ള എല്ലാം കളഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഫയൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത് കോപ്പി ആയിരിക്കും. ഈ കോപ്പി സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഫയൽ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ എല്ലാം മാർക്ക് ചെയ്ത് നിങ്ങൾ കളഞ്ഞോളൂ. ഇനി ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇമേജ്, വോയിസ്, ഓഡിയോ, സ്റ്റിക്കേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് നിന്ന് നോക്കിയിട്ട് നമുക്ക് കളഞ്ഞിട്ട് വലിയൊരു മെമ്മറി സ്പേസ് തന്നെ നമ്മുടെ ഫോണിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും
ഗുഡ് ബൈ.